ഹായ് ഹലോ എവ്രി വൺ. എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു ഇംഗ്ലീഷ് സെഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആര്യ എസ് വിവേക്. സോ നമ്മുടെ കേട്ടറ്റിൻ്റെ റിവിഷൻ സീരീസിൻ്റെ ഭാഗമായിട്ട് ജനറൽ ഇംഗ്ലീഷിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എക്സാം ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട് അല്ലേ, ഓഗസ്റ്റിലേക്കായിരിക്കും. സോ നമുക്ക് ധാരാളം സമയമുണ്ട് പഠിക്കാനായിട്ട്. അപ്പം ചിട്ടയായി പഠിച്ചു കഴിഞ്ഞാൽ ഈ തവണ തന്നെ നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അധിക സമയം കളയാതെ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ തന്നെ അത് പഠിക്കുക, എൻ്റെ കൂടെ തന്നെ അത് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ അപ്പം തന്നെ പഠിച്ചെടുക്കുക, നാളത്തേക്ക് ഇനി വെക്കേണ്ട. അപ്പം കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ പരിചയപ്പെടാം. ഓൾ റൈറ്റ്, അപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാണ്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ. ദ ഗെയിം ഇസ് നോട്ട് യെറ്റ് ഓവർ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതെന്താണ്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ ടാഗ് ആണ് അല്ലേ. സോ ക്വസ്റ്റ്യൻ ടാഗ് സെലക്ട് ചെയ്യാനായിട്ട്, റൈറ്റ് ആൻസർ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ശ്രദ്ധിക്കണം? ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ദ ഗെയിം ആണ് അല്ലേ. ഇവിടുത്തെ ഓക്സിലറി എന്താണ്? ഈസ് ആണ്. ഇനി സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണം. ദ ഗെയിം ഇസ് നോട്ട് യെറ്റ് ഓവർ എന്നാണ്. അപ്പം സെന്റൻസ് നെഗറ്റീവാ, ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ നമുക്ക് ഈസ് അറിയാം. പിന്നെ ദ ഗെയിമിന് നമ്മൾ എന്താ കൊടുക്കുക? പ്രൊനൗൺ ഇറ്റ് ആണ് അല്ലേ. സോ ഈസ് ഇറ്റ് ആയിരിക്കും എന്ത് വരുന്നുണ്ടാവുക? ക്വസ്റ്റ്യൻ ടാഗ് വരുന്നുണ്ടാവുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ടാഗ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സബ്ജക്റ്റ് എന്താണെന്ന് നോക്കുക, പിന്നെ ഓക്സിലറി വെർബ് എന്താണെന്ന് നോക്കുക, എന്നിട്ട് സബ്ജക്റ്റ് ഓക്സിലറി വെർബ് ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കാം. സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം, സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. സോ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഓക്സിലറി വെർബ് ഡയറക്റ്റ് ആയിട്ട് തരുന്നുണ്ടാവില്ല ഇതുപോലെ. അപ്പൊ നമ്മൾ വെർബിനെ സ്പ്ലിറ്റ്. സോ നമുക്ക് ഇങ്ങനെയൊക്കെ മേക്ക്, മേക്സ്, ഇത് രണ്ടും നമുക്ക് പ്രസന്റിൽ തരാൻ ചാൻസ് ഉള്ളതാ. മേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? മേക്ക് പ്ലസ് ഡൂ ആ. അത് കണ്ടു കഴിഞ്ഞാൽ ഡൂവിനെ പുറത്തോട്ട് എടുക്കണം. മേക്സ് എന്ന് പറഞ്ഞാലോ മേക്ക് പ്ലസ് ഡസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഡസ്സിനെ പുറത്തോട്ട് എടുക്കണം. ഓക്കെ ആണോ? ഇനിയിപ്പം പാസ്റ്റിൽ മെയ്ഡ് എന്ന് തന്നു കഴിഞ്ഞാൽ ഈ മെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? മേക്ക് പ്ലസ് ഡിഡാ. അപ്പൊ V2 കിട്ടിക്കഴിഞ്ഞാൽ ഡിഡിനെ പുറത്തേക്ക് എടുക്കണം. അപ്പം നമുക്ക് നോർമലി ഓക്സിലറി വേർബ് ഗിവൺ അല്ല എങ്കിൽ നമ്മളിങ്ങനെ വേർബിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഓക്സിലറി കണ്ടുപിടിക്കുന്നത്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ ടാഗിൽ ആദ്യം സബ്ജക്റ്റ്, പിന്നെ ഓക്സിലറി വേർബ്. സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക, അതിനനുസരിച്ച് നമ്മൾ ടാഗ് കൊടുക്കുക. സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ്, സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. The collaboration with the Japanese company was made last year. The sentence means the collaboration with the Japanese company ആയിട്ടുള്ള collaboration was made last year. കഴിഞ്ഞ വർഷമാണ് ആ കൊലാബറേഷൻ നടന്നത് അല്ലേ. അപ്പം നമുക്ക് ഇതേ അർത്ഥത്തിൽ തന്നിരിക്കുന്ന സെന്റൻസ് ഏതാന്നാ നോക്കാം നമുക്ക്. The business ties with the Japanese company were broken. മെയ്ഡ് എന്നാ പറഞ്ഞത്, ബ്രോക്കൺ അല്ല. There was a negative response from the Japanese company last year. അങ്ങനെ വല്ലതും പറഞ്ഞോ? ഇല്ല. ബിസിനസ് ടൈസ് were established. ബിസിനസ് ടൈസ് ആണ് ഈ കൊലാബറേഷൻ എന്ന് പറയുന്നത് അല്ലേ. എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് ദ ജാപ്പനീസ് കമ്പനി ലാസ്റ്റ് ഇയർ. കറക്റ്റ് മീനിങ് അല്ലേ. അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. നമുക്ക് തന്നിരിക്കുന്ന ഒരു സെന്റൻസ് അതിൻ്റെ അതേ അർത്ഥത്തിൽ തന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ആലോചിച്ച് എല്ലാ ഓപ്ഷൻസും ഒന്ന് വായിച്ചു നോക്കിയതിന് ശേഷമൊക്കെ ആൻസർ ചെയ്യാം. ഇനി
ഇഫ് എവ്രിതിങ് വർക്ക്സ് വെൽ, ഇഫ് ക്ലോസ് ആണ് അല്ലെ, ഇഫ് ക്ലോസ് ആ. നമുക്ക് ഇഫ് ക്ലോസ് ഒന്ന് പഠിച്ചാലോ? 3 കണ്ടീഷൻസാ. ഒന്നാമത്തെ കണ്ടീഷൻ, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. 2, ഇഫ് യു studied well you would pass. 3, if you had studied well you would have passed. അപ്പം നോക്കിക്കോ, നമ്മൾ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ആണ്. അവിടെ നമ്മൾ കണ്ടു ഇഫ് ക്ലോസിൽ അല്ലെ, ഇഫ് ഉള്ള ക്ലോസിൽ സ്റ്റഡി എന്ന് പറയുന്ന V1 ആണെങ്കിൽ അപ്പുറത്ത് വില്ല് പ്ലസ് V1. അപ്പം വില്ല് മാത്രമല്ല, വില്ലാവാം, ഷാലാവാം, ക്യാൻ ആവാം, മേ ആവാം, എന്തെങ്കിലും ഒന്ന് പ്ലസ് V1 കൊടുക്കണം. ഓക്കെ, അപ്പം ഇഫ് ഉള്ള ക്ലോസിനെയാണ് നമ്മൾ ഇഫ് ക്ലോസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വിളിക്കുന്നത്. ആ ക്ലോസിൽ V1 ആണെങ്കിൽ നമ്മളെ മെയിൻ ക്ലോസിൽ നമ്മൾ എന്ത് കൊടുക്കണം? വില്ല്, ഷാല്, ക്യാന്, മേ, ഏതെങ്കിലും ഒന്ന് പ്ലസ് V1. ഓക്കെ, ഇവിടെ ജസ്റ്റ് എഴുതാം, വില്ല്, ഷാല്, ക്യാന്, മേ പ്ലസ് V1. ഇനി അടുത്ത നോക്ക്, രണ്ടാമത്തേത് ഇഫ് യു സ്റ്റഡീഡ് വെൽ. ഇവിടെ V1 അല്ലെ, ഇവിടെ V2 ആണ്. അപ്പൊ അപ്പുറത്ത് വുഡ് പാസ്. നമ്മൾ ഈ പറഞ്ഞതിന് പകരം വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ഇങ്ങനെയാവും. ഓക്കെ, ഇനി മൂന്നാമത്തെ കണ്ടീഷൻ, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ, ഹാഡ് പ്ലസ് V3. അപ്പൊ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3. ആദ്യത്തെ രണ്ടിലും V1 പാസ് ആയിരുന്നേ, മൂന്നാമത്തേത് V3 വുഡ് ഹാവ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പം ഇഫ് യു സ്റ്റഡി വെൽ V1 ആണെങ്കിൽ അപ്പുറത്ത് വിൽ പാസ്. ഇഫ് യു സ്റ്റഡീഡ് വെൽ V2 ആണെങ്കിൽ അപ്പുറത്ത് വുഡ് പാസ്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ, ഹാഡ് പ്ലസ് V3 ആണ് ഇഫ് ക്ലോസിലെങ്കിൽ അപ്പുറത്ത് വുഡ് ഹാവ് പ്ലസ് V3. ഓക്കെ, അപ്പം വുഡ് മാത്രമല്ല, ഷുഡ് വരാം, കുഡ് വരാം, മൈറ്റ് വരാം, എന്ത് വേണമെങ്കിലും വരാം. ഹാവ് പ്ലസ് V3 അതിൻ്റെ കൂടെ ഉണ്ടാവുന്നു മാത്രം. അപ്പൊ ഇങ്ങനെയാണ് 3 കണ്ടീഷൻസ്. ഇതിലൊരു ഭാഗം നോക്കി നമ്മൾ മറ്റേ ഭാഗം കൊടുക്കുകയാണ് നോർമലി ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇഫ് എവ്രിതിങ് വർക്ക്സ് വെൽ, വർക്ക്സ് കണ്ടോ, V1, അതായത് നമ്മുടെ ഈ കണ്ടീഷൻ ആദ്യത്തേത്. അപ്പുറത്ത് നമ്മൾ വില്ല്, ഷാല്, ക്യാന്, മേ ഏതെങ്കിലും ഒന്ന് പ്ലസ് V1 കൊടുക്കണം, വേണ്ടേ? അപ്പൊ നോക്ക്, കണ്ടോ, വി ഷാൽ ലോഞ്ച് ദ പ്രൊജക്ട്. ഷാല് പ്ലസ് V1 ഉണ്ട്, കണ്ടോ, കിട്ടിയോ? ഷാല് പ്ലസ് V1 ഉണ്ട്. ഷുഡ് നമ്മൾ പറഞ്ഞില്ല അല്ലെ, അതെവിടെയാ നമ്മൾ പറഞ്ഞത്? രണ്ടാമത്തെ കണ്ടീഷനില. ഷാൽ ലോഞ്ചിങ് അങ്ങനെ ഒരു പരിപാടി നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ. ഷാല്, വില്ല് അല്ലെങ്കിൽ ക്യാൻ അല്ലെങ്കിൽ മേ പ്ലസ് V1 എന്നല്ലേ പറഞ്ഞത്? നോക്ക്, വില്ല്, ഷാല്, ക്യാന്, മേ പ്ലസ് V1 എന്നല്ലേ നമ്മൾ പറഞ്ഞപ്പം ഷാൽ പ്ലസ് V1, ഷാൽ ലോഞ്ച്. കിട്ടിയല്ലോ? ഇങ്ങനെയാണ് ചെയ്യുക. അപ്പം ഇവിടെ വർക്ക്സ് ആയതുകൊണ്ട് അപ്പുറത്ത് നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ അനുസരിച്ച് കൊടുത്തു. അപ്പൊ ഇഫ് ക്ലോസ് നമ്മൾ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ ഒരു 3 കണ്ടീഷൻസ് മാത്രം അറിഞ്ഞാൽ മതി, പുഷ്പം പോലെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. കിട്ടുമല്ലോ? ഓക്കെ, അടുത്ത നോക്കാം. At last, he decided to spill the beans. Spill the beans എന്ന് പറയുന്ന ഇഡിയത്തിന്റെ അർത്ഥം കഴിഞ്ഞ കേട്ടറ്റ് പരീക്ഷയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്താ അതിന്റെ അർത്ഥം? റിവീൽ എ സീക്രറ്റ്. സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീക്രട്ട് റിവീൽ ചെയ്യുന്നതിനാണ് നമ്മൾ സ്പിൽ ദ ബീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഇഡിയം കൂടെ പഠിച്ചു വെച്ച ആ കൂട്ടത്തില് ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? സീക്രറ്റ് റിവീൽ ചെയ്യുക. അപ്പം സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞാലും ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞാലും ഒക്കെ അർത്ഥം എന്താണ്? റിവീൽ എ സീക്രറ്റ് എന്നാണ് അർത്ഥം വരുന്നത്.
ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ? അപ്പം ഇഡിയംസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ഏരിയ ആണ് ഇഡിയംസ് എന്ന് പറയുന്നത്. സോ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഡിയംസ് നോക്കാം. ആദ്യത്തേത് ഹോട്ട് പൊട്ടാറ്റോ. എന്താ ഈ ഹോട്ട് പൊട്ടാറ്റോ എന്ന് പറഞ്ഞാൽ? സ്പീക്ക് ഓഫ് എൻ ഇഷ്യൂ വിച്ച് മെനി പീപ്പിൾ ആർ ടോക്കിംഗ് അബൌട്ട് ആൻഡ് വിച്ച് ഇസ് യൂഷ്വലി ഡിസ്പ്യൂട്ടഡ്. അപ്പോൾ നിലവിൽ ഇങ്ങനെ തർക്കം വരുന്ന ഏതോ ഒരു വിഷയം, ആ വിഷയത്തിന്റെ മേലെ എല്ലാവരും സംസാരിക്കുന്നുണ്ട്, തർക്കിക്കുന്നുണ്ട്, ആ ഒരു വിഷയത്തിനെയാണ് നമ്മൾ ഹോട്ട് പൊട്ടാറ്റോ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് നമുക്ക് അങ്ങനെ പറയാം. സ്പീക്ക് ഓഫ് എൻ ഇഷ്യൂ, ഒരു ഇഷ്യൂ ആണല്ലേ അത്. വിച്ച് മെനി പീപ്പിൾ ആർ ടോക്കിംഗ് അബൌട്ട് ആൻഡ് വിച്ച് ഇസ് യൂഷ്വലി ഡിസ്പ്യൂട്ടഡ്. ഓക്കെ, അതാണ് ഹോട്ട് പൊട്ടാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എ പെന്നി ഫോർ യുവർ തോട്ട്സ്. ഇതെന്താണെന്നറിയാവോ? നമ്മൾ ഒരാളോട് നമ്മൾ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കുന്ന ഒരു രീതിയാണ്. എ വേ ഓഫ് ആസ്കിങ് വാട്ട് സമ്മൺ ഈസ് തിങ്കിങ്. നമ്മൾ ഒരാളോട് എന്താ ആലോചിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്ന ഒരു രീതിയാണ് എ പെന്നി ഫോർ യുവർ തോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആക്ഷൻസ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. അതായത് നമ്മൾ വാക്കുകൾ കൊണ്ട് അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറയുന്നതിനെക്കാട്ടിയും വേർത്തിയാണ് ആക്ഷൻസ്. ഓക്കെ, അതിനെക്കാട്ടും വേർത്തിയാണ് ആക്ഷൻസ് എന്നാ പറയുന്നത്. അപ്പൊ എന്ത് പറയാം? പീപ്പിൾസ് ഇന്റൻഷൻസ് ക്യാൻ ബി ജഡ്ജ്ഡ് ബെറ്റർ ബൈ വാട്ട് ദേ ഡു ദാൻ വാട്ട് ദേ സേ. അപ്പോൾ ഒരാൾ പറയുന്നതനുസരിച്ചിട്ടല്ല ഒരാളിന്റെ ഇന്റൻഷൻ നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ്? അയാൾ എന്ത് പ്രവർത്തിക്കുന്നു എന്നതനുസരിച്ചാണ്. പീപ്പിൾസ് ഇന്റൻഷൻസ് ക്യാൻ ബി ജഡ്ജ്ഡ് ബെറ്റർ ബൈ വാട്ട് ദേ ഡു ദാൻ വാട്ട് ദേ സേ. ഓക്കെ, ഇനി ആഡ് ഇൻസൾട്ട് ടു ഇഞ്ചുറി. ഓക്കെ, അപ്പം ഓൾറെഡി ഇഞ്ചേർഡ് ആണ്, അതിൻ്റെ മേലെ ഇൻസൾട്ടും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾറെഡി വഷളായിരിക്കുന്ന ഒരു സിറ്റുവേഷന് വീണ്ടും വേഴ്സൺ ചെയ്യുക. ടു വേഴ്സൺ ആൻ അൺഫേവറബിൾ സിറ്റുവേഷൻ. ടു വേഴ്സൺ ആൻ അൺഫേവറബിൾ സിറ്റുവേഷൻ, അതിനാണ് എന്ത് പറയുന്നത്? ആഡ് ഇൻസൾട്ട് ടു ഇഞ്ചുറി. ഓക്കെ, അടുത്തത് an arm and a leg. an arm and a leg. അതിൻ്റെ അർത്ഥം വെരി എക്സ്പെൻസീവ് അല്ലെങ്കിൽ കോസ്റ്റ്ലി എന്നാണ്. ഓക്കെ, ഒരു കാലും കൈയും പണയം വെക്കേണ്ടി വരും അത് വാങ്ങാൻ അങ്ങോട്ട് ആലോചിച്ച് വെക്കുക. അല്ലെങ്കിൽ എ ലാർജ് എമൗണ്ട് ഓഫ് മണി എന്നുള്ള അർത്ഥത്തിലും നമുക്ക് എന്തുപയോഗിക്കാമെന്നറിയാവോ? an arm and a leg ഉപയോഗിക്കാം. ഓക്കെ, അപ്പം വെരി എക്സ്പെൻസീവ് അല്ലെങ്കിൽ കോസ്റ്റ്ലി എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ലാർജ് എമൗണ്ട് ഓഫ് മണി എന്ന് പറയാം. അടുത്തത് അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ്. ഒരു തൊപ്പി വീഴുന്നത്ര വേഗത്തിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലിങ് ആവുക അല്ലേ? വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ, ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ ഇൻസ്റ്റന്റ്ലി, പെട്ടെന്ന്. ഓക്കെ, അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ്. സോ ഹോട്ട് പൊട്ടാറ്റോ എന്തായിരുന്നു? വൈഡ്ലി ഡിബേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂഷ്വലി ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു, യൂഷ്വലി ആൾക്കാർ അതിൻ്റെ മേലെ തർക്കിക്കുന്ന ഒരു ഇഷ്യൂ അല്ലേ? അതിനെയാണ് നമ്മൾ ഹോട്ട് പൊട്ടാറ്റോ എന്ന് പറയുന്നത്. ഓക്കെ, കുറെ ആൾക്കാർ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു വീണ്ടും അല്ലേ? ആ വിഷയമാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്? ഹോട്ട് പൊട്ടാറ്റോ. ഓക്കെ, പെന്നി ഫോർ യുവർ തോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ആലോചിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നതിനുള്ള ഒരു രീതി. ഇനി ആക്ഷൻസ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. അതെന്താ? പ്രവൃത്തിയാണ് വാക്കുകളെക്കാട്ടിയും കൂടുതൽ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തി അനുസരിച്ചാ നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യേണ്ടത്. ആഡ് ഇൻസൾട്ട് ടു ഇഞ്ചുറി. ഒരു അൺഫേവറബിൾ സിറ്റുവേഷൻ വീണ്ടും വേഴ്സൺ ചെയ്യുന്നതിനാണ് ആഡ് ഇൻസൾട്ട് ടു ഇഞ്ചുറി എന്ന് പറയുന്നത്. ആം ആൻഡ് എ ലെഗ്, വെരി എക്സ്പെൻസീവ് ഓർ കോസ്റ്റ്ലി, അല്ലെങ്കിൽ ഒരു ലാർജ് എമൗണ്ട് ഓഫ് മണി. ഓക്കെ, അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ്, ഒരു തുപ്പി വീഴുന്ന എത്ര വേഗത്തിൽ? ഇൻസ്റ്റന്റ്ലി, വിതൗട്ട് ഹെസിറ്റേഷൻ. ഓക്കെ, ഇനി എ ഡൈം എ ഡസൻ. എ ഡൈം എ ഡസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോമൺ ആയിട്ടുള്ളത്. ഓക്കെ, എല്ലായിടത്തും പ്രസന്റ് ആയിട്ടുള്ളത്. വെൻ സംതിങ് ഈസ് എക്സ്ട്രീംലി കോമൺ ആൻഡ് സിമ്പിൾ ടു ഗെറ്റ്, അതിനെ നമ്മൾ എന്ത് വിളിക്കും? എ ഡൈം എ ഡസൻ. ഓക്കെ, ഇനി ഒരു പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പീസ് ഓഫ് കേക്ക്, അതായത് ഒരു ടാസ്ക്, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എ പീസ് ഓഫ് കേക്ക്, എ ടാസ്ക് ദാറ്റ് ഈസ് സിമ്പിൾ ടു കംപ്ലീറ്റ്. ഓൾ ഗ്രീക്ക് ടു മീ. ഗ്രീക്ക് ഭാഷ നിങ്ങൾക്കറിയാവോ? അപ്പം ഓൾ ഗ്രീക്ക് ടു മീ എന്ന് പറഞ്ഞാൽ എന്താ? വെൻ സംതിങ് ഈസ് ഇൻകോംപ്രിഹെൻസിബിൾ, നമുക്കത് മനസ്സിലാവാൻ പ്രയാസമാണ്, ഡ്യൂ ടു
കോംപ്ലക്സിറ്റി കാരണം ഒരാൾ പറയുന്നത് അതിന്റെ കോംപ്ലക്സിറ്റി കാരണം നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ഓൾ ഗ്രീക്ക് ടു മീ എന്ന് പറയാം. ഇനി എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഇസ് വർത്ത് 2 ഇൻ ദ ബുഷ്. കയ്യിലിരിക്കുന്ന പക്ഷി വെളിയിൽ ചെടിയിലിരിക്കുന്ന 2 എണ്ണത്തിനെക്കാട്ടിയും വർത്തിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ തിങ്സ് വി ഓൾറെഡി ഹാവ്, നമ്മുടെ കയ്യിലിരിക്കുന്നത് ആർ മോർ വാല്യുബിൾ ദാൻ ദ തിങ്സ് വി ഓൺലി ഹോപ്പ് ടു ഗെറ്റ്. നമ്മൾ ഇങ്ങനെ കിട്ടാൻ ആഗ്രഹിക്കുന്നതിനെക്കാട്ടിയും വാല്യുബിൾ ആണ് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ. ഓക്കെ, അതിനെയാണ് എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഇസ് വർത്ത് 2 ഇൻ ദ ബുഷ് എന്ന് പറയുന്നത്. ആൻഡ് ടൈം എഡിസൺ എന്തായിരുന്നു? കോമൺ ആയിട്ടുള്ള, എല്ലാ സ്ഥലത്തും പ്രസന്റ് ആയിട്ടുള്ള, എക്സ്ട്രീംലി കോമൺ ആണ്. ഓക്കെ, ഈസി ടു ഗെറ്റ് ആണ്. അതാണ് ടൈം എഡിസൺ. എ പീസ് ഓഫ് കേക്ക് എന്താ? വളരെ ഈസി ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് പീസ് ഓഫ് കേക്ക്. ഓക്കെ, ഓൾ ഗ്രീക്ക് ടു മീ, അതായത് ചില കാര്യങ്ങൾ നമുക്ക് ഇൻകോംപ്രിഹെൻസിബിൾ ആയിരിക്കും, ഭയങ്കര ഡിഫിക്കൽറ്റി ഉണ്ടാവും അത് മനസ്സിലാക്കാനായിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ഓൾ ഗ്രീക്ക് ടു മീ എന്ന് പറയുന്നത്. എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഇസ് വർത്ത് 2 ഇൻ ദ ബുഷ് എന്ന് പറഞ്ഞാലോ, നമ്മുടെ കയ്യിലിരിക്കുന്നത് നമ്മൾ ഇങ്ങനെ കിട്ടാൻ ആഗ്രഹിച്ചിരിക്കുന്നതിനെക്കാട്ടിയും എത്രയോ ബെറ്റർ ആണ്, വർത്തിയാണ്. ഓക്കെ, ഇനി എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സംതിങ് ഗുഡ് ദാറ്റ് ഈസ് ഇൻ റെക്കഗ്നൈസ്ഡ് ബൈ ഫസ്റ്റ് ലുക്ക്. അതായത് നമ്മൾ ആദ്യം കാണുമ്പോൾ അത് അത്ര നല്ലതാണെന്നൊന്നും നമുക്ക് തോന്നൂല, പക്ഷെ പിന്നീടാ നമുക്ക് മനസ്സിലാവുക, ഓ അതൊരു അനുഗ്രഹമായിരുന്നു എന്ന്. ഓക്കെ, അപ്പം സംതിങ് ഗുഡ് ദാറ്റ് ഈസ് ഇൻ റെക്കഗ്നൈസ്ഡ് ബൈ ഫസ്റ്റ് ലുക്ക്. ആദ്യത്തെ ലുക്കിൽ അത് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ അത് നല്ലതാണെന്ന് പിന്നീടാ മനസ്സിലാകുന്നത്. ഡിസ്ഗൈസ്ഡ് ആയി വന്ന, വേഷം മാറി വന്ന ബ്ലെസ്സിങ് ആണ്. അതെ, ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. ഓക്കെ, എ ബുൾ ഇൻ ചൈന ഷോപ്പ്, വൺ ഹൂ കോസസ് ഡാമേജ് കോസ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ബുൾ ഇൻ ചൈന ഷോപ്പ് എന്ന് പറയാം. ഒരു ബുള്ള് ചൈന ഷോപ്പ് കയറി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? മൊത്തത്തിൽ ഡാമേജ് ആവും അല്ലേ? അപ്പം വൺ ഹൂ കോസസ് ഡാമേജ്. എ ചിപ്പ് ഓൺ യുവർ ഷോൾഡർ. ചിപ്പ്, നമ്മുടെ ഷോൾഡറിൽ ഒരു ചിപ്പ് വെച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ചെയ്തു പോയ എന്തോ ഒരു കാര്യത്തിനെ ആലോചിച്ച് ഇപ്പോഴും അപ്സെറ്റ് ആയിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചിപ്പ് ഓൺ യുവർ ഷോൾഡർ. ബീയിങ് അപ്സെറ്റ് ഫോർ സംതിങ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. കഴിഞ്ഞ കാര്യം നമ്മൾ വിട്ടിട്ടില്ല, അതിനെക്കുറിച്ച് ആലോചിച്ച് ഇപ്പോഴും അപ്സെറ്റ് ആയിരിക്കുന്നതിനാണ് ചിപ്പ് ഓൺ യുവർ ഷോൾഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക്. ഓൾഡ് ബ്ലോക്കിന്റെ അതേ ചിപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക്. അതായത് നമ്മൾ നമ്മുടെ പാരൻസിനെ പോലെ തന്നെ ഇരിക്കുന്നു കാണാൻ, അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാ ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ പാരൻസിന്റെ അല്ലെങ്കിൽ സിബ്ലിങ്സിന്റെ അതുപോലെയാണ് ഒരു കൊച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം ഓൾഡ് ബ്ലോക്കിന്റെ അതേ ചിപ്പാ. അങ്ങനെ ഓർത്തെടുത്താൽ മതി. ഓൾഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാരൻസ്, അവരുടെ അതേ ചിപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പോലെ തന്നെ ഇരിക്കുന്ന കാണാൻ, അല്ലേ? ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക്. സിമിലാരിറ്റി അല്ലെങ്കിൽ റിസംബ്ലൻസ് കാണിക്കുന്നതാ പാരൻസും ആയിട്ടുള്ള. ഇനി എ മാൻ ഓഫ് സ്ട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംവൺ ഹു ഹാസ് എ വീക്ക് ക്യാരക്ടർ. വീക്ക് ക്യാരക്ടർ ഉള്ള ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എ മാൻ ഓഫ് സ്ട്രോ. ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്, വേഷം മാറി വന്ന അനുഗ്രഹം. ആദ്യം കണ്ടപ്പോൾ നമുക്കത് അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല, അതെന്തോ മോശം കാര്യമാണെന്ന് വിചാരിച്ചു. ബുൾ ഇൻ ചൈന ഷോപ്പ്, വൺ ഹൂ കോസസ് ഡാമേജ്. എ ചിപ്പ് ഓൺ യുവർ ഷോൾഡർ, ഒരു കാര്യത്തിന് നമ്മൾ കളയാതെ ഷോൾഡറിൽ ആ ചിപ്പും വെച്ച് നടക്കുക, അതിനെക്കുറിച്ച് ആലോചിച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കുക. ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഓൾഡ് ബ്ലോക്കിന്റെ അതേ ചിപ്പാന്ന് പറഞ്ഞാലോ, അതായത് നമ്മൾ പാരൻസിന്റെയോ സിബ്ലിങ്സിന്റെയോ ഒക്കെ കൂട്ടിയിരിക്കുന്നു കാണാൻ, അല്ലേ? മാൻ ഓഫ് സ്ട്രോ എന്ന് പറഞ്ഞാൽ വീക്ക് ക്യാരക്ടർ ഉള്ള ആളാണ് മാൻ ഓഫ് സ്ട്രോ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അപ്പൊ നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഡിയംസ് കവർ ചെയ്തു കേട്ടോ. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഡിയംസ് കവർ ചെയ്തൊക്കെ പഠിക്കണേ, എക്സാമിന് ചോദിക്കും. ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഡാഷ് വാട്ട് ഹി വാസ് സേയിങ്. അവൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നായിരിക്കും. സോ നമുക്ക് ഫ്രേസൽ വെർബ്സ് ഒക്കെ പഠിക്കാം. ആദ്യത്തെ ഓപ്ഷൻ ടേൺ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് എന്ന അർത്ഥം. ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സ്വിച്ച് ഓഫ്. മേക്ക് ഔട്ട്, അണ്ടർസ്റ്റാൻഡ്. മേക്ക് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു മേക്ക് ഔട്ട് വാട്ട് ഹി വാസ് സേയിങ്. ഓക്കെ, അടുത്തത് പുട്ട് ഔട്ട് ആണ്. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ തീ കെടുത്തുക, എക്സ്റ്റിംഗ്വിഷ് ഫയർ അല്ലെങ്കിൽ ലൈറ്റ്. ഓക്കെ, ഇനി ബേൺ ഔട്ട് എന്താ?
ടു ബിക്കം എക്സോസ്റ്റഡ്, ഞാൻ എക്സോസ്റ്റഡ് ആയി തളർന്നു പോയി അല്ലേ, അതിനെയാണ് ബേൺ ഔട്ട്. ഡ്യൂ ടു സ്ട്രെസ് ഓർ ഓവർ വർക്ക്, സ്ട്രെസ് കൊണ്ടോ ഓവർ വർക്ക് കൊണ്ടോ നമ്മൾ എക്സോസ്റ്റഡ് ആയി പോകുന്നതിനാണ് ബേൺ ഔട്ട് ആവുക എന്ന് പറയുന്നത്. ഓക്കെ, ടേൺ ഔട്ട് എന്താ, സ്വിച്ച് ഓഫ്. ഓക്കെ, മേക്ക് ഔട്ട് എന്താ, അണ്ടർസ്റ്റാൻഡ്. പുട്ട് ഔട്ട് എക്സ്റ്റിംഗ്വിഷ് ഫയർ ഓർ ലൈറ്റ്, ബേൺ ഔട്ട് എക്സോസ്റ്റഡ് ആവുക. ഓക്കെ, സോ അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഈസ് ഹൈ ടൈം വി സ്റ്റാർട്ടഡ് സെർച്ചിങ് ദ റൂം. അപ്പൊ ആദ്യം ഇവിടെ പഠിക്കേണ്ടത് ഇറ്റ് ഈസ് ഹൈ ടൈം എന്ന് പറഞ്ഞ യൂസേജ് ആണ്. അതിന്റെ അർത്ഥം എന്താ, ഇറ്റ് ഈസ് ഹൈ ടൈം യു കൺസൾട്ടഡ് എ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഡോക്ടറെ കാണേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു, അതാണ് ഇറ്റ് ഈസ് ഹൈ ടൈം. ഓക്കെ, അപ്പം ഈ ഇറ്റ് ഈസ് ഹൈ ടൈം എന്ന് പറയുന്ന യൂസേജിന് ശേഷം നമ്മൾ ഒരു നൗണോ പ്രൊനൗണോ കണ്ടോ ഇവിടെ ആരുണ്ട്, വി, ഒരു പ്രൊനൗൺ ഉണ്ട് അല്ലേ, കണ്ടാൽ അതിനുശേഷം എന്തുപയോഗിക്കണം, V2 ഉപയോഗിക്കണം. ഓക്കെ, ഇറ്റ് ഈസ് ഹൈ ടൈമിന് ശേഷം എന്തുപയോഗിക്കണം, V2 ഉപയോഗിക്കണം. അപ്പൊ ആൻസർ എന്തായിരിക്കും, ഓപ്ഷൻ എ ആയിരിക്കും കേട്ടോ. അപ്പൊ അതിന്റെ മുമ്പ് ഞാനൊന്ന് പഠിപ്പിച്ചു തരാത്. വിത്ത് എ സബ്ജക്ട് പാസ്റ്റ് ടെൻസ്, ഇറ്റ് ഈസ് ഹൈ ടൈം, അത് കഴിഞ്ഞിട്ട് ഇവിടെ വി, യു, ഒരു സബ്ജക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു നൗണ്, ദ ഗവൺമെന്റ്, ഞാൻ പറഞ്ഞു ഒരു പ്രൊനൗണോ അല്ലെങ്കിൽ ഒരു നൗണോ, അതാണ് ഇതിനൊക്കെ സബ്ജക്റ്റ് എന്നാ വിളിക്കുക. ഓക്കെ, അപ്പൊ ആദ്യത്തേല് വി, രണ്ടാമത്തേല് യു, മൂന്നാമത്തേതിൽ ദ ഗവൺമെന്റ്. അപ്പോ ഇങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ഹൈ ടൈമിന് ശേഷം നമ്മൾ ഇവിടെ V2 ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ നോക്കി, ഇറ്റ് ഈസ് ഹൈ ടൈം വി ചേഞ്ച്ഡ് അവർ ഹാബിറ്റ്സ്, ചേഞ്ച്ഡ്. അതിന്റെ അടുത്തേ നോക്കി, ഇറ്റ് ഈസ് ഹൈ ടൈം യു ഗോട്ട് എ ജോബ്, ഗോട്ട്. ഇറ്റ് ഈസ് ഹൈ ടൈം ദ ഗവൺമെന്റ് റിഫോംഡ് ദ പോളിസി. കണ്ടോ, ഇറ്റ് ഈസ് ഹൈ ടൈമിന് ശേഷം വി, പ്രൊനൗണ് വന്നു, യു, പ്രൊനൗണ് വന്നു, ദ ഗവൺമെന്റ്, ഒരു നൗണ് വന്നു. ഇറ്റ് ഈസ് ഹൈ ടൈം വി, അഗെയിൻ ഒരു പ്രൊനൗൺ, ലെഫ്റ്റ്, ലീവ്, ലെഫ്റ്റ് എന്നല്ലേ, V2 വന്നു. അപ്പം ഇറ്റ് ഈസ് ഹൈ ടൈമിന് ശേഷം ഒരു നൗണോ ഒരു പ്രൊനൗണോ കണ്ട അതിനെ നമ്മൾ വിളിക്കുക സബ്ജക്റ്റ് എന്നാട്ടോ. നമ്മൾ അതിന് ശേഷമുള്ള വാക്ക് V2 ആയിട്ട് എഴുതുക, ശേഷമുള്ള വേർബ് V2. ഓക്കെ, ഇനി ഇതിൽ ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട്. ഇറ്റ് ഈസ് ഹൈ ടൈമിന് ശേഷം ടു കണ്ട ചിലപ്പോൾ ഇങ്ങനെ കാണാം, ഇറ്റ് ഈസ് ഹൈ ടൈം ടു, അപ്പൊ നമ്മൾ V1 കൊടുക്കുക അതിനുശേഷം. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് ഹൈ ടൈം ടു സ്റ്റാർട്ട് ദ വർക്ക്, ഇറ്റ് ഈസ് ഹൈ ടൈം ടു റിഫോം ദ സിസ്റ്റം. അപ്പൊ അങ്ങനെയും കൂടി ഒരു പരിപാടിയുണ്ട്. ഇറ്റ് ഈസ് ഹൈ ടൈമിനെ നമ്മൾ പഠിച്ചേ, ഇറ്റ് ഈസ് ഹൈ ടൈമിന് ശേഷം ഒരു സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു നൗണോ പ്രൊനൗണോ ആവാം, അതിനുശേഷം V2 ഉപയോഗിക്കാം. ഇനി നമ്മൾ ടുവിന്റെ കൂടെയാണ് ഇറ്റ് ഈസ് ഹൈ ടൈം ഉപയോഗിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഹൈ ടൈം ടു സ്റ്റാർട്ട് ദ വർക്ക്, V1 ഉപയോഗിക്കുക. ഇറ്റ് ഈസ് ഹൈ ടൈം ടു റിഫോം ദ സിസ്റ്റം. ഓൾ റൈറ്റ്, ഇനി നമ്മളെ ചോദ്യം, അതിന്റെ മുമ്പേ ഒരു കാര്യം കൂടി, ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈമിനെ നമ്മൾ പഠിച്ചു, ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ടൈം, അതിന്റെ കൂടെ നമ്മൾ ഒരു സബ്ജക്റ്റിനെ കണ്ടാൽ പാസ്റ്റ് വേർബ് ഉപയോഗിക്കാം. ഓക്കെ, അതായത് ഇറ്റ് ഈസ് ടൈം വി ലെഫ്റ്റ്, ഇറ്റ് ഈസ് ടൈമിന് ശേഷം വി കണ്ടാൽ നമ്മൾ V2 ഉപയോഗിക്കാം. നേരത്തെ പോലെ തന്നെ ഇറ്റ് ഈസ് ടൈമിന് ശേഷം ടു കണ്ടാൽ V1 ഉപയോഗിക്കാം. സെയിം യൂസേജ്, ഇറ്റ് ഈസ് ഹൈ ടൈമിന്റെയും ഇറ്റ് ഈസ് ടൈമിന്റെയും സെയിം യൂസേജ്. അതിനുശേഷം ഒരു സബ്ജക്റ്റ് കണ്ട അത് നൗണായിട്ടും പ്രൊനൗണായിട്ടും ഉണ്ടാവാം, V2 ഉപയോഗിക്കണം. അതിനുശേഷം ടു കണ്ടാൽ V1 ഉപയോഗിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം, കുറെ നേരമായി നമ്മൾ നമ്മുടെ ചോദ്യം തപ്പി നടക്കുന്നല്ലേ. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഈസ് ഹൈ ടൈം വി സ്റ്റാർട്ടഡ്, കണ്ടോ കറക്റ്റാ. ഇവിടെ ഇറ്റ് ഈസ് ഹൈ ടൈം വി സ്റ്റാർട്ട്, തെറ്റല്ലേ, V2 വേണ്ടേ, വി സ്റ്റാർട്ട്സ്, ഇതും തെറ്റല്ലേ, വി സ്റ്റാർട്ട് അഗെയിൻ, ഇതും തെറ്റല്ലേ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ ഇറ്റ് ഈസ് ഹൈ ടൈം വി സ്റ്റാർട്ടഡ് സെർച്ചിങ് ദ റൂം കിട്ടുമല്ലോ. ഇനി ഇറ്റ് ഈസ് ടൈമും ഇറ്റ് ഈസ് ഹൈ ടൈമും ഏത് രീതിയിൽ അതിൻ്റെ കൂടെ ഒരു സബ്ജക്റ്റ് ഇട്ട് ചോദിച്ചാലും ടു ഇട്ട് ചോദിച്ചാലും ആൻസർ പറയൂലേ. ഓക്കെ, അപ്പോൾ സെഷനൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് സീരീസ് ആയിട്ട് നമ്മൾ ക്ലാസ്സസ് ഒക്കെ തരും. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഏതൊക്കെ ടോപ്പിക്സ് വേണമെന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ക്ലാസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും തീർച്ചയായും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഷീ കംസ് ഹിയർ വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അർത്ഥം എന്താ? വൺസ് ഇൻ എ ബ്ലൂ മൂൺ,
റെയർ ആയിട്ട്, വെരി റെയർലി ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഇഡിയത്തിന്റെ അർത്ഥം എന്താണ്? റെയർലി, വിരളമായി. അപ്പം അവള് വളരെ വിരളമായി ഇവിടെ വരാറുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഷീ കംസ് ഹിയർ ഓൺ ഫുൾ മൂൺ ഡേയ്സ് ആണോ? അല്ല. ഷീ ലൈക്സ് ദ മൂൺ ആണോ? അല്ല. ഷീ കംസ് ഹിയർ ഓൺലി റെയർലി അല്ലേ? ഇതാണ് ആൻസർ അല്ലേ? ബാക്കി രണ്ടും തെറ്റാ. ഷീ കംസ് ഹിയർ എവറി ഡേ ഒന്നല്ല, റെയർലി. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? ഷീ കംസ് ഹിയർ ഓൺലി റെയർലി. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി റെയർലി എന്നാണ് അർത്ഥം വരുന്നത്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, വെരി റെയർലി. കിട്ടുമല്ലോ. അപ്പൊ ഇഡിയംസിന് നമ്മളെ കേട്ടറ്റ് പരീക്ഷകളിൽ വളരെ വലിയൊരു പങ്കുണ്ട്. അടുത്തത്, ഗ്രാൻഡ്പ ചാർട്ട്സ് ഡാഷ് എ പെർഫെക്റ്റ് പ്ലാൻ ഫോർ എവ്രിതിങ് ഡസ്. ഓക്കെ, ചാർട്ട്സ് ഡാഷ്. നമ്മുടെ ആൻസർ ചാർട്ട് ഔട്ട്. ഇത് ഇതുപോലെ പഠിച്ചു വെച്ചോ. ചാർട്ട് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടാക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഒരു ഔട്ട്ലൈൻ പ്ലാൻ ചെയ്തിട്ട് പ്ലാൻ ആൻഡ് ഔട്ട്ലൈൻ, അതിനാണ് എന്ത് പറയുന്നത്? ചാർട്ട് ഔട്ട്. എന്താ പറയുന്നത്? ചാർട്ട് ഔട്ട്. ഓക്കെ, അപ്പം ഗ്രാൻഡ്പ ചാർട്ട്സ് ഔട്ട്. ഗ്രാൻഡ്പ ആയതുകൊണ്ട്, സിംഗുലർ ആയതുകൊണ്ട് ഡസ് ഫോം ചാർട്ട്സ് വരുന്നത് കേട്ടോ. അപ്പൊ ചാർട്ട് ഔട്ട് എന്താണ്? ടു പ്ലാൻ ആൻഡ് ഔട്ട്ലൈൻ ആണ്. സോ ഗ്രാൻഡ്പ ചാർട്ട്സ് ഔട്ട് എ പെർഫെക്റ്റ് പ്ലാൻ ഫോർ എവറിതിങ് ഡസ്. ഓക്കെ, ദെൻ അടുത്തത്, ദ മാനേജിംഗ് ഡയറക്ടർ ആസ്ക്ഡ് അവർ ടീം ടു ഡാഷ് ദ ലോസസ്. ഞങ്ങളുടെ ടീമിനോട് മാനേജിംഗ് ഡയറക്ടർ എന്തു പറഞ്ഞു? ഡാഷ് ദ ലോസസ് അല്ലേ? എന്താന്ന് നോക്കാം. ഫ്രേസൽ വെർബ. ഫൈൻഡിങ് ഔട്ട്, ഡിസ്കവർ. അതായത് ലോസസ് കണ്ടുപിടിക്കാൻ വേറൊരാളെ സഹായം വേണ്ട, അവർക്ക് അതിനുള്ള ആക്സസ് ഉണ്ട്. ഫിനിഷിംഗ് ഓഫ്, ഓവർകം, ഡിഫീറ്റ്. ലോസിനെ ഓവർകം ചെയ്യാൻ പറയോ? ഇല്ല. മേക്കപ്പ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൻസേറ്റ് ചെയ്യാം. ഉണ്ടാക്കിയ എന്തെങ്കിലും ഒരു നഷ്ടത്തിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നതിനാണ് മേക്കപ്പ് ഫോർ എന്ന് പറയുക. അതായിരിക്കൂലേ പറഞ്ഞിട്ടുണ്ടാവുക മാനേജിംഗ് ഡയറക്ടർ അല്ലേ? ദ മാനേജിംഗ് ഡയറക്ടർ ആസ്ക്ഡ് അവർ ടീം ടു മേക്കപ്പ് ഫോർ ദ ലോസസ്. ഇനി ഈ സ്റ്റാൻഡ് ഔട്ട് ഒന്ന് പഠിച്ചു വെക്കണേ. പ്രൊജക്റ്റ് ചെയ്യാം. നമ്മൾ ആൾക്കാരെ കൂട്ടത്തിലൊക്കെ നിൽക്കുമ്പോൾ ചില ആൾക്കാർ സ്റ്റാൻഡ് ഔട്ട് ആവും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് എന്തോ ഒരു പെർട്ടിക്കുലർ ഫീച്ചർ അയാളെ മറ്റുള്ളവരിൽ നിന്നും മാറ്റി നിർത്തുന്നുണ്ട്. അത് അയാളെ പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് എല്ലാവരിലോട്ടും. ഓക്കെ, അയാൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് അയാൾക്ക് ആ ഒരു എന്തോ ഒരു വ്യത്യാസമുണ്ട്. അതാണ് സ്റ്റാൻഡ് ഔട്ട് എന്ന് പറയാം. ഓക്കെ, ഹൈറ്റ് കാരണമൊക്കെ സ്റ്റാൻഡ് ഔട്ട് ആയി എന്നൊക്കെ നമ്മൾ പറയും. നല്ല ഹൈറ്റ് ഉള്ള ആൾക്കാർ ബാക്കിയുള്ള ആരെയും ശ്രദ്ധിക്കുന്നില്ല, അവരെയാ ശ്രദ്ധിക്കുന്നതെന്ന്. അപ്പൊ സ്റ്റാൻഡ് ഔട്ട് പ്രൊജക്റ്റ് ആണ്. കിട്ടുമല്ലോ. ഫൈൻഡിങ് ഔട്ട്, ഫൈൻഡ് ഔട്ട്, ഡിസ്കവർ. ഫിനിഷിംഗ് ഓഫ്, ഓവർകം ചെയ്യുക അല്ലെങ്കിൽ ഡിഫീറ്റ് ചെയ്യുക. മേക്കപ്പ് ഫോർ, കോമ്പൻസേറ്റ്, പഠിക്കണം. സ്റ്റാൻഡ് ഔട്ട്, പ്രൊജക്റ്റ്, പഠിക്കണം. ഓക്കെ, അടുത്തത്, യു ഷുഡ് കീപ് ഡാഷ് ഈവൻ ഇഫ് യു ഫെയിൽ. യു ഷുഡ് കീപ് ഡാഷ് ഈവൻ ഇഫ് യു ഫെയിൽ. തോറ്റുപോയാലും യു ഷുഡ് കീപ് എന്തോ ഒന്ന്. അപ്പം ഷുഡ് കീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് അഡ്വൈസ്ഡ് ടു എന്നാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ജെറണ്ട്, അതായത് ING ഫോം ഓഫ് ദ വേർബ ഉപയോഗിക്കുക. എന്താ ഉപയോഗിക്കുക? ING ഫോം. നമുക്ക് എന്ത് പറയാം? യു ഷുഡ് കീപ് ട്രൈയിങ്. ആൻസർ എന്താ വരുന്നത്? ട്രൈയിങ്. ING ഫോം അല്ലേ, ജെറണ്ട് അല്ലേ. അപ്പം ഷുഡ് കീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അഡ്വൈസ്ഡ് ടു എന്നാണ്. അപ്പം നമുക്ക് എന്താ പറയാ? യു ആർ അഡ്വൈസ്ഡ് ടു കീപ് ട്രൈയിങ്. ഓക്കെ, അതാണ് പരിപാടി. അപ്പം യു ഷുഡ് കീപ്പ്. ഷുഡ് കീപ്പ് എന്ന് പറയുന്ന യൂസേജിന്റെ അർത്ഥം അഡ്വൈസ്ഡ് ടു എന്നാണ്. ഓക്കെ, ഇറ്റ് ഈസ് അഡ്വൈസ്ഡ് ടു. ഓക്കെ, അപ്പം ഈ ഷുഡ് കീപ്പിന് ശേഷം ജെറണ്ട്, ING, ട്രൈയിങ്. അപ്പൊ അതുപോലെ പഠിച്ചു വെച്ച ഷുഡ് കീപ്പിന് ശേഷം ജെറണ്ട്, ING. അടുത്തത്, എവ്രി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. എല്ലാ ക്ലൗഡിനും, ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഡാർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത് ക്ലൗഡി ഡേ എന്നൊക്കെ പറഞ്ഞ, എല്ലാത്തിനും ഒരു സിൽവർ ലൈനിങ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഇറ്റ് ഈസ് എ ക്ലൗഡി ഡേ എന്നാണോ? അല്ല. സിൽവർ ലൈനിങ്സ് ആർ സീൻ ഓൺ റെയിനി ഡേയ്സ് ആണോ? അല്ല. വി ക്യാൻ ഹോപ്പ് ഫോർ പോസിറ്റീവ് തിങ്സ് ഈവൻ ഇൻ വേഴ്സ് സിറ്റുവേഷൻസ് അല്ലെ. സിറ്റുവേഷൻ വേഴ്സ് ആണെങ്കിലും അതിനൊരു സിൽവർ ലൈനിങ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടാവും അല്ലെ. നമുക്കൊരു പോസിറ്റീവ് കാര്യത്തിന് വേണ്ടി ഒരു ഹോപ്പ്ഫുള്ളി നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്യാം, ഏത് വേഴ്സ് സിറ്റുവേഷനിലാണെങ്കിലും. അങ്ങനെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എവ്രി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. ഓൾ റൈറ്റ്, അപ്പൊ നമ്മുടെ ആൻസർ എന്താ? വി ക്യാൻ ഹോപ്പ് ഫോർ
പോസിറ്റീവ് തിങ്സ് ഈവൻ ഇൻ വേഴ്സ് സിറ്റുവേഷൻസ്. കിട്ടുമല്ലോ. അടുത്തത്, ആർ ദ ചിൽഡ്രൻ ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ് ആസ്ക്ഡ് ദ ഓൾഡ് മാൻ. ദിസ് ക്യാൻ ബി റിപ്പോർട്ടഡ് ആസ് റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലേ. അപ്പം റിപ്പോർട്ടഡ് സ്പീച്ചിലെ ക്വസ്റ്റ്യൻ ആണ്. ആർ എന്ന് പറയുന്ന ഓക്സിലറി വേർബ് വെച്ച് തുടങ്ങിയ ക്വസ്റ്റ്യൻ. ഓൾ റൈറ്റ്. അപ്പം ഇങ്ങനെ ഓക്സിലറി വേർബ്സ് വെച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ഇഫ് അല്ലെങ്കിൽ വെദർ വെച്ചിട്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക അല്ലേ. WH ക്വസ്റ്റ്യൻസ് ആണെങ്കിലോ അതേ WH വേർഡ്സ് വെച്ചിട്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ യെസ് ഓർ നോ ക്വസ്റ്റ്യനാ, അതായത് ഓക്സിലറി വെർബ്സ് വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആൻസർ യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കണം. അതിനെയാണ് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇഫോ വെദറോ ആയിരിക്കണം കൺജങ്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആൻസറിലോട്ട് നോക്ക്. ദ ഓൾഡ് മാൻ ആസ്ക്ഡ്, അവിടെ വരെ നമുക്ക് കിട്ടല്ലോ. ദ ഓൾഡ് മാൻ ആസ്ക്ഡ് അങ്ങനെയല്ലേ നമ്മൾ പറയാം. പിന്നെ നമ്മൾ ഇഫോ വെദറോ ചേർക്കണം. വെദർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വെദർ. അത് കഴിഞ്ഞ് ആരെ കൊടുക്കണം? ദ ചിൽഡ്രൻ, സബ്ജക്റ്റിനെ കൊടുക്കണം. ദ ചിൽഡ്രൻ. ഈ ആറ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ അതിനെ പാസീവില് പാസ്റ്റിലോട്ട് മാറ്റിയിട്ട് വേറാക്കി കൊടുക്കും അല്ലെ. അപ്പം ആറിനെ നമ്മൾ പാസ്റ്റിലോട്ട് മാറ്റണം. റിപ്പോർട്ടഡ് സ്പീച്ചിൽ വേറ് കൊടുക്കും. എന്നിട്ട് ബാക്കി ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ദ ഓൾഡ് മാൻ ആസ്ക്ഡ് വെദർ ദ ചിൽഡ്രൻ, ഇഫോ വെദറോ കഴിഞ്ഞ് സബ്ജക്റ്റ് കൊടുക്കുക, അതിനുശേഷം ഓക്സിലറി. അതായത് ഈ സ്ട്രക്ചർ നമ്മൾ തലതിരിക്കുക. ആദ്യം ഇവിടെ എന്താ കൊടുത്ത? ഓക്സിലറി, പിന്നെ സബ്ജക്റ്റ്. നമ്മൾ ഇതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ആരെ കൊടുക്കുക? സബ്ജക്റ്റിനെ, പിന്നെ ഓക്സിലറിനെ. ഓക്സിലറിനെ നമ്മൾ പാസ്റ്റിലോട്ട് മാറ്റുകയും വേണം. അത്രയേ ഉള്ളൂ. ദ ഓൾഡ് മാൻ ആസ്ക്ഡ് വെദർ ദ ചിൽഡ്രൻ വർ ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ്. ആദ്യത്തെ ഇതിലെ തെറ്റെന്താ? ദ ഓൾഡ് മാൻ ആസ്കിങ് തെറ്റാ അല്ലേ. അടുത്തത് ഓൾഡ് മാൻ ആസ്ക്ഡ് ഇഫ് ദ ചിൽഡ്രൻ വർ ഇൻട്രസ്റ്റിംഗ് തെറ്റാ. ഇൻട്രസ്റ്റഡ് എന്നാ വേണ്ടത്. ദ ഓൾഡ് മാൻ ആസ്ക്ഡ് ഇഫ് വെദർ, രണ്ടും കൂടെ ഉപയോഗിക്കൂല. കണ്ടോ, ഇങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ബാക്കി ഓപ്ഷൻസിൽ അവർ കൊടുത്തു വെച്ചിട്ടുണ്ടാവും. അപ്പം കൃത്യമായിട്ട് ഫോളോ ചെയ്തോളാം. ഓക്കെ, അപ്പൊ റിപ്പോർട്ടഡ് സ്പീച്ചും അതുപോലെ കണ്ടീഷണൽ സെന്റൻസ്, ഇഫ് ക്ലോസ്, പിന്നെ അതുപോലെ തന്നെ പാസീവ് വോയിസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. അപ്പം കേട്ടറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഈ ടോപ്പിക്സ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചോളാം. ഇനി നിങ്ങൾക്ക് ഈ ടോപ്പിക്സിലൊക്കെ ഏതെങ്കിലുമൊക്കെ ക്ലാസ്സസ് ഒക്കെ വേണമെന്ന് തോന്നുവാണെങ്കിൽ യു ക്യാൻ കമൻറ്റ്. ഓക്കെ, ഐ ആം പ്ലാനിങ് ടു ലീവ് ഡാഷ് ലണ്ടൻ. ഞാൻ ലണ്ടനിൽ നിന്ന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യാം അല്ലെ. ഐ ആം പ്ലാനിങ് ടു ലീവ് ഡാഷ് ലണ്ടൻ നെക്സ്റ്റ് മന്ത്. ഓക്കെ, അപ്പം നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം. ലണ്ടനിലോട്ട് പോകാൻ പ്ലാൻ ചെയ്യുകയാണെന്ന്, അല്ലെ ലണ്ടനിൽ നിന്ന് പോകാൻ പ്ലാൻ ചെയ്യുകയാണെന്ന്, അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ടുവേർഡ്സ് ഉണ്ട്, ഫോർ ഉണ്ട്, അറൗണ്ട് ഉണ്ട്, ഇൻ ഉണ്ട്. ഇപ്പൊ ഇവിടെ ലീവിന്റെ കൂടെ ഫോർ ആ ഉപയോഗിക്കാൻ പറ്റുക. ടു ലീവ് ഫോർ സം പ്ലേസ് എന്ന് പറഞ്ഞൊരു യൂസേജ് ഉണ്ട്. ലീവ് ഫോർ സം പ്ലേസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാണ്. ഓക്കെ, അപ്പം ഐ എം പ്ലാനിങ് ടു ലീവ് ഫോർ ലണ്ടൻ. അപ്പം ഇവിടെ ഫോർ ആണ് ആൻസർ. ഓക്കെ, അപ്പം ലീവിന്റെ കൂടെ ഫോർ ആണ് മാച്ച് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീവ് ഫോർ എ പ്ലേസ്, ലീവ് ഫോർ സം പ്ലേസ്, അങ്ങനെയാ പറയാ. ഇനി നേരെ തിരിച്ച് ഈ ലീവിന് പകരം ഇവിടെ ലീവിങ് എന്ന് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒന്നും കൊടുക്കണ്ട, ലീവിങ് എ പ്ലേസ് എന്ന് പറയാം. അപ്പൊ അർത്ഥം ഒന്ന് മാറും. ഐ ആം പ്ലാനിങ് ടു ലീവിങ് ലണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലണ്ടനിൽ നിന്ന് പോവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി ഐ ആം ലീവിങ് ലണ്ടൻ ഇങ്ങനെയും പറയാം, ഞാൻ ലണ്ടനിൽ നിന്ന് പോവാണ്. അപ്പം ലീവിങ് എ പ്ലേസ്, കണ്ടോ, ഐ ആം ലീവിങ് ലണ്ടൻ. അപ്പൊ രണ്ട് രീതിയിൽ, ലീവ് ഫോർ എ പ്ലേസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാം, ലീവിങ് എ പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പോവാം. ഓക്കെ, ആ രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചോളാം. അടുത്തത്, ഹെവി ഷവർ ടു കണ്ടിന്യൂ ദിസ് വീക്ക്. നല്ല മഴ ഈ ആഴ്ചയിലും കണ്ടിന്യൂ ചെയ്യും. ദ ന്യൂസ് ഹെഡ്ലൈൻ റിലേറ്റ്സ് ടു. എന്താ അത്? എന്താ ഇത് കാണിക്കുന്നത്? വെതർ അല്ലേ കാണിക്കുന്നത്? സ്പോർട്സ് ആണോ? അല്ല. എഡ്യൂക്കേഷൻ ആണോ? അല്ല. പൊളിറ്റിക്സ് ആണോ? അല്ല. വെതർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. നല്ല മഴ, വെതർ, വെതർ. അടുത്തത്, 50 rupees dash not to be charged for the parking space. 50 rupees dash not to be charged for the parking space. ഓക്കെ, ഈ ആറ് തന്നിട്ടുണ്ട്, വില്ല് തന്നിട്ടുണ്ട്, വേറെ തന്നിട്ടുണ്ട്, ഈസ്. ഇതൊരു എമൗണ്ട് ഓഫ് മണിയാ അല്ലെ. എമൗണ്ട് ഓഫ് മണീന്റെ കൂടെ വെർബ് സിംഗുലർ ആയിട്ടേ ഉപയോഗിക്കുള്ളൂ. ഓക്കെ,
ആദ്യം നമുക്കൊന്ന് പഠിക്കാം. ഡിസ്റ്റൻസ് ദൂരം, വെയിറ്റ്, ഹൈറ്റ്, ക്വാണ്ടിറ്റി, എമൗണ്ട് ഓഫ് മണി അല്ലേ, ഇതൊക്കെ ഒരു പ്ലൂറൽ നമ്പറിൽ പറയുമ്പോൾ പോലും എങ്ങനെ പറഞ്ഞാലും വെർബ് സിംഗുലർ ആയിട്ട് ഉപയോഗിക്കണം. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 50 റുപ്പീസ് അല്ലെ, പ്ലൂറൽ നമ്പറില്ല. പക്ഷെ എമൗണ്ട് ഓഫ് മണി ആണ്, സിംഗുലർ ആയിട്ട് വെർബ് കൊടുക്കണം. 6 പ്ലൂറലാ അല്ലേ. വിൽ നോട്ട് ടു ബി എന്നൊന്നും പറയൂല. നമുക്ക് എന്തേ പറയാൻ പറ്റൂ? ഈസ് നോട്ട് ടു ബി ചാർജ്ഡ് ഫോർ ദ പാർക്കിംഗ് സ്പേസ്. ഓക്കെ, അപ്പൊ എന്ത് പറയാം? 50 റുപ്പീസിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈസ് ആണെന്ന് പറയാം. ഓക്കെ, അടുത്തത് $100 ഡാഷ് എ ഹൈ പ്രൈസ് ടു പേ. $100 എഗെയിൻ എമൗണ്ട് ആണ് അല്ലേ. ഈസ് ആണോ, ആറാണോ, ഹാസ് ആണോ, ഹാവ് ആണോ, ഏതാ വരുന്നത്? ഇവിടെ നമ്മൾ എന്താ പഠിച്ചത്? 50 റുപ്പീസ് ഈസ് ആണ് അല്ലേ. ഈസ് നോട്ട് ടു ബി ചാർജ്ഡ് ഫോർ ദ പാർക്കിംഗ് സ്പേസ്. ഓൾ റൈറ്റ്. ദെൻ ഈ വില്ലും വേറെ ഒന്നും ഉപയോഗിക്കില്ല. വേറെ നമുക്കറിയാം പ്ലൂരല. വിൽ നോട്ട് ടു ബി ചാർജ്ഡ് എന്ന് ഉപയോഗമില്ല. അതുകൊണ്ടാണ് ഈസ് നോട്ട് ടു ബി ചാർജ്ഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇവിടെ $100 എന്തായിരിക്കും? ഈസിന്റെ ആറുണ്ട്, ഹാസിന്റെ ഹാവ് ഉണ്ട്. ഹാസ് പറയൂല. കോണ്ടെക്സ്റ്റുവലി നമുക്ക് ഹാസ് എ ഹൈ പ്രൈസ് എന്ന് പറയൂല അല്ലെ, പൊസഷൻ ഒക്കെ കാണിക്കാനല്ലേ. അപ്പൊ നമുക്ക് ഈസ് ഉപയോഗിക്കാം. $100 ഈസ് എ ഹൈ പ്രൈസ് ടു പേ. ഓൾ റൈറ്റ്. ഇനി 50 റുപ്പീസ് ഡാഷ് വോട്ട് ഐ ആസ് യു നൗ. 50 റുപ്പീസ് നൗ ആണേ. നൗ കണ്ടു കഴിഞ്ഞാൽ പ്രസന്റിൽ കൊടുക്കുക, വാസ് കൊടുക്കരുത്. വാസ് പാസ്റ്റാ, വേറെ കൊടുക്കാൻ പറ്റില്ല. ആം കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റുമോ? 50 റുപ്പീസ് ആം എന്ന് പറയോ? എന്ത് കൊടുക്കണം? ഈസ് എന്ന് കൊടുക്കണം. 50 റുപ്പീസ് ഈസ് വോട്ട് ഐ ആസ് യു നൗ. ഓക്കെ, ക്ലിയർ ആണോ പറയുന്നത്? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ദെൻ അടുത്തത് ദ ബ്യൂട്ടി ഓഫ് തൗസൻഡ്സ് ഓഫ് മിനററ്റ്സ്. മിനാരങ്ങൾ അല്ലേ. ആയിരക്കണക്കിന് മിനാരങ്ങളുടെ ബ്യൂട്ടി. ഈ ബ്യൂട്ടിയാണ് സബ്ജക്റ്റ്. ഓഫ് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗം പ്ലൂരൽ ആണെങ്കിൽ നമ്മൾ അതിനെ നോക്കരുത്. ഈ ബ്യൂട്ടി സിംഗുലർ ആണ് അല്ലേ. അപ്പം സബ്ജക്റ്റ് സിംഗുലർ ആണ്. ദ ബ്യൂട്ടി ഓഫ് തൗസൻഡ്സ് ഓഫ് മിനററ്റ്സ്. തൗസൻഡ്സ് ഓഫ് മിനററ്റ്സിന്റെ ബ്യൂട്ടി. അപ്പൊ സബ്ജക്റ്റ് സിംഗുലറാ. അപ്പൊ ഇവിടെ സിംഗുലർ ആയിട്ട് വേർബ് കൊടുക്കണം. ആറ് പറ്റില്ല, വേറെ പറ്റില്ല, ആറെന്റ് പറ്റില്ല. ഈസ് എൻചാൻഡിങ് പറയുന്നത് മനസ്സിലായോ? ദ ബ്യൂട്ടി ഓഫ് തൗസൻഡ്സ് ഓഫ് മിനററ്റ്സ്. അപ്പം ഈ ഓഫ് വെച്ചിട്ട് ഈ പറയുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ദ ബ്യൂട്ടീനെയും ഇവിടെ നമ്മൾ ഈസ് എന്ന് എഴുതുന്ന ഈ വേർബിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഫ്രേസ് മാത്രമാണ്. ഇതിന് ഈ ഓഫ് തൗസൻഡ്സ് ഓഫ് മിനററ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസിന് നമ്മുടെ സബ്ജക്റ്റിന്റെ എണ്ണം മാറ്റാനുള്ള അധികാരമില്ല. അതുകൊണ്ട് തന്നെ ഈസ് ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, സോ അടുത്ത ചോദ്യം. വൺ ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഇസ് മിസ്പെൽഡ്. ഐഡന്റിഫൈ ദ വേർഡ്. ഇതിൽ മിസ്പെൽഡ് ആയിട്ടുള്ള വേർഡ് ഏതാന്നാ ചോദിച്ചത്. അക്രൂഡ്, അക്കോമഡേറ്റ്, അക്യുമുലേറ്റ്, ആക്സെൻച്വേറ്റ്. നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് അക്രൂഡ് തന്നിട്ടുണ്ട്. ഇതിന്റെ സ്പെല്ലിങ് ശരിയാണോ? ശരിയാണോ? അല്ല. ACCRUED ആണ് അക്രൂഡ് കേട്ടോ. സോ അപ്പൊ ആദ്യത്തെ ഇതിന്റെ സ്പെല്ലിംഗ് എന്താണ്? മിസ്പെൽഡ് ആണ്. അക്രൂഡ് മീൻസ് അക്യുമുലേറ്റഡ് ഓർ ഗെയിൻഡ് ഓവർ ടൈം. കാലാകാലങ്ങളായിട്ട് ഗെയിൻ ചെയ്ത് വെച്ചതിനെ അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്തതിനെയാണ് നമ്മൾ, അക്യുമുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്രൂഡ് എന്ന് പറയുന്നത്. അക്യുമുലേറ്റഡ് ഓർ ഗെയിൻഡ് ഓവർ ടൈം. ഓക്കെ, ദെൻ അക്കമഡേറ്റ് എന്താണ്? പ്രൊവൈഡ് ലോഡ്ജിങ്. അക്കമഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ താമസം ഒരുക്കി കൊടുക്കുക അല്ലെ. കറക്റ്റ് സ്പെല്ലിംഗ്. അക്യുമുലേറ്റോ എന്താ? അത് കളക്ട് ചെയ്യുക, ഗ്യാദർ ചെയ്യുക അല്ലെങ്കിൽ അസംബിൾ ചെയ്യുക. ഓക്കെ, സ്പെല്ലിംഗ് കറക്റ്റാ. അടുത്തത് ആക്സെൻച്വേറ്റ്. ആക്സെൻച്വേറ്റ് എന്താണ്? ആക്സെൻച്വേറ്റ് മീൻസ് ടു എംഫസൈസ് ഓർ ഹൈലൈറ്റ് സംതിങ്. ഒരു കാര്യത്തിനെ ഹൈലൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ എംഫസൈസ് ചെയ്യുന്നതിനാണ് ആക്സെൻച്വേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അക്രൂഡിന്റെ സ്പെല്ലിംഗ് അല്ലേ തെറ്റ്? UED ഉണ്ട്. UED അക്രൂഡ്. അക്രൂഡ് എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റഡ് ഓർ ഗെയിൻഡ് ഓവർ ടൈം. ഓക്കെ, അപ്പം അക്കമഡേറ്റ് എന്താ? ലോഡ്ജിങ്, താമസം ഒരുക്കി കൊടുക്കുക. അക്കമഡേറ്റ് ചെയ്യുക. അയാൾ അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അക്യുമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്യുക, ഗ്യാദർ ചെയ്യുക, അസംബിൾ ചെയ്യുക. ആക്സെൻച്വേറ്റോ ഒരു പോയിന്റിനെ എംഫസൈസ് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്യുക ഒരു കാര്യത്തെ. അതാണ് ആക്സെൻച്വേറ്റ്. കിട്ടുമല്ലോ. കുറച്ച് അർത്ഥങ്ങളും കൂടെ പഠിച്ചു നമ്മൾ അതിന്റെ കൂട്ടത്തിൽ. സ്പെല്ലിങ്ങും പഠിച്ചു, അർത്ഥങ്ങളും. ACCRUED അക്രൂഡ്. ACCOMMODATE 2 C ഉണ്ട്, 2 M ഉണ്ട് അക്കമഡേറ്റിന്. അക്യുമുലേറ്റ് ACCUMULATE
2 സി ഒരു എം. ആക്സെൻറ്റുവേറ്റ് ACCENTUATE 2 സി. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ KTETന്റെ റിവിഷൻ സീരീസിൽ ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്ന ജനറൽ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇനി ഏതൊക്കെ ടോപ്പിക്സിനാണ് ക്ലാസ്സസ് വേണ്ടത്, ഇനിയും PYQs വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആൻഡ് അഗെയിൻ എക്സാം ലിങ്കും അതുപോലെ തന്നെ ക്ലാസിന്റെ നോട്ട്സും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡഡ് ആണ്. അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പം എല്ലാവിധ ആശംസകളും നിങ്ങളുടെ KTET എക്സാമിന് വേണ്ടിയിട്ട്. നമുക്ക് അടുത്ത ഒരു സെഷനുമായിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു വെരി മച്ച് ആൻഡ് ബൈ ബൈ.